ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയുന്ന മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഭാരതപ്പുഴയിലെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യണം. ട്രയാങ്കിൾ ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ ഭാരതപ്പുഴയിലെ ചെമ്രവട്ടം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യണമെന്ന് ട്രയാങ്കിൾ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കരിങ്കൽ കോറികളെയും ഇടനിലക്കാരെയും സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതുകൊണ്ടാണ് മണൽ മാറ്റാൻ സർക്കാർ തയ്യാറാകാത്തതെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. രോഗികളെ ചികിത്സിച്ച ശേഷം അമിത തുക ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളെ സർക്കാർ നിലക്കു നിർത്തണം. ICUവിൽ കിടക്കുന്ന രോഗികളുടെ വിവരം കൂട്ടിരിപ്പുകാർക്ക് അപ്പപ്പോൾ അറിയാൻ ആശുപത്രികൾ സംവിധാനം ഒരുക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ KK നാസർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സംഘടനയായി എന്തെങ്കിലും ചെറിയ പരിപാടി നടത്തുന്നതിനെല്ലാം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. നാളെ ഇന്ത്യയിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി കൃത്യമായി ഇത്തരത്തിൽ എല്ലാ നിലയ്ക്കും സുഗമമായ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് കൂടി വേണ്ടിയാണ്. അതിനാവശ്യമായ എന്തെല്ലാം നിയമ നടപടികൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരിന് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ടോ, ഇതെല്ലാം അവതരിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയാണ് നാം ഇവിടെ ട്രയാങ്കിൾ രൂപീകരിച്ചത്. കേരളത്തിലെ എറണാകുളം കേന്ദ്രമാക്കി കഴിഞ്ഞ 3 വർഷക്കാലമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സാംസ്കാരിക സാന്ത്വന രംഗങ്ങളിലെ നിറസാന്നിധ്യമായി ജില്ലകളിൽ പ്രവർത്തനം ആരംഭിക്കും. ഇതിൽ രാഷ്ട്രീയമോ വർണ്ണ വിവേചനമോ ഇല്ലാതെ തന്നെ ഏവർക്കും ഒത്തുകൂടാവുന്ന ഒരു പ്രസ്ഥാനമാണ് ട്രയാങ്കിൾ. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചെയർമാൻ കൂടുതൽ വ്യക്തമാക്കുന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. സുഹൃത്തും പ്രഗത്ഭ പത്രപ്രവർത്തകനും മാതൃഭൂമിയുടെ മലപ്പുറം ജില്ലാ ബ്യൂറോയിലും പ്രവർത്തിക്കുകയും ചെയ്ത സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സെക്രട്ടറി. കാര്യത്തെക്കുറിച്ച് ചർച്ച നല്ലതായിരിക്കും. കാരണം വലിയൊരു ജില്ലയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മലപ്പുറം ജില്ലാ വിഷയങ്ങൾ. അതാണോ അതല്ലെങ്കിൽ ഭാരതപ്പുഴയിൽ മണലെടുക്കാത്ത ഒരു മണൽ വിഷയം ഇവിടെ പറഞ്ഞു. ഒരുപാട് ഞങ്ങൾ വെള്ളപ്പൊക്കം നിരന്തര ഭീഷണി ഉള്ള നേരിടുന്ന ഒരു പ്രദേശമാണ് പുറത്തു പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വെള്ളം സ്റ്റോർ ചെയ്യേണ്ട ഈ ഭാരതപ്പുഴയിൽ മണലിൽ നിർമ്മിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആകെ കാര്യം ഒരു കപ്പൽച്ചാലിന്റെ പേര് പറഞ്ഞിട്ട് അവിടുന്ന് മണല് കുറ്റിപ്പുറത്ത് എത്രയും കൊണ്ടുപോയി. അതാണ് അവിടെ നടക്കുന്ന പരിപാടി. സാധാരണക്കാർക്ക് ജോലി കിട്ടുന്ന ആ പ്രദേശത്തെ വിഭവത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനവും അവിടെ നടന്നുകൊണ്ടിരിക്കില്ല. ആ പ്രദേശത്തെ വികസനത്തിന് പിന്നോട്ടടിക്കുന്നതിൽ പോലും ഈ മണലെടുപ്പ് നിന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്ക ഭീഷണി അതൊരു പൊതുവിഷയമായി കണ്ടിട്ട് ട്രയാങ്കിൾ പോലെ സംഘടന കൊണ്ടുവരേണ്ടതുണ്ട്. ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നടത്തുന്നില്ല എന്ന പ്രശ്നം. സെമിനാർ സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സെക്രട്ടറി B ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ജില്ലാ കോർഡിനേറ്റർ KPO റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ട്രയാങ്കിൾ സംസ്ഥാന ചെയർമാൻ NA മുഹമ്മദ് കുട്ടി, സാഹിത്യകാരൻ KV അനിൽകുമാർ, ജനറൽ സെക്രട്ടറി കല്ലറ മോഹൻദാസ്, CK ഗഫൂർ, PMK ബാബ, റഷീദ് വട്ടപ്പറമ്പിൽ, റിഫ ഷെലീസ്, PBA ബാവ, B സുരേഷ് ശേകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.